നമസ്കാരം. പ്രധാന വാർത്തകൾ. ബയോമൈനിംഗ് മിഷൻ എത്തിയിട്ടും കൊച്ചിയിലെ മാലിന്യ നീക്കം എങ്ങും എത്തിയില്ല. സംസ്ഥാന സർക്കാരിന്റെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി വഴി ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ട എറണാകുളം ജില്ലയിലും പദ്ധതി നടത്തിപ്പിൽ മെല്ലെപ്പോക്ക്. അഞ്ചലിൽ 2 ബയോമൈനിംഗ് മിഷൻ എത്തിച്ചെങ്കിലും പ്രാഥമിക അനുമതി ഇല്ലാത്തതിനാൽ എവിടെയും ഒരു ലോഡ് മാലിന്യം പോലും നീക്കം ചെയ്തിട്ടില്ല. അടുത്ത മെയ് മാസത്തിനുള്ളിൽ ബയോമൈനിംഗ് നടത്തി ഭൂമി വീണ്ടെടുത്തില്ലെങ്കിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണവും വൈകും. ജമ്മുകാശ്മീരിൽ ഭീകരനുമായി ഏറ്റുമുട്ടൽ. ഒരു പാകിസ്ഥാൻ ഭീകരനെ വധിച്ചു. 2 ജവാന്മാർക്ക് പരിക്ക്. ജമ്മുകാശ്മീരിൽ വീണ്ടും സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. കുപ്വാരയിലാണ് ഭീകരരും സുരക്ഷാ സേനയും ഏറ്റുമുട്ടുന്നത്. പാകിസ്ഥാൻ സ്വദേശിയായ ഒരു ഭീകരനെ സൈന്യം വധിച്ചതായാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഏറ്റുമുട്ടലിനിടെ 2 ഇന്ത്യൻ ജവാന്മാർക്കും പരിക്കേറ്റിട്ടുണ്ട്. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും സൈന്യം അറിയിച്ചു. കൊല്ലത്ത് എസ്ഐയുടെ ബൈക്ക് മോഷ്ടിച്ച 2ാമത്തെ പ്രതിയും പിടിയിൽ. കൊല്ലം മടത്തറയിൽ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കായി സൂക്ഷിച്ചിരുന്ന ഇരുചക്രവാഹനം മോഷ്ടിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. തെന്മല ഒറ്റക്കല്ല് മാഞ്ചിയം കുന്നിൽ അഭിലാഷാണ് പിടിയിലായത്. കഴിഞ്ഞ 14-ാം തീയതിയാണ് മടത്തറയിലെ ജയേഷിന്റെ വർക്ക്ഷോപ്പിൽ നിന്നും ഇരുചക്രവാഹനം ഓട്ടോറിക്ഷയിലെത്തിയ സംഘം കടത്തിക്കൊണ്ടുപോയത്. സമീപത്തെ CCTVയിൽ നിന്നും പ്രതികളുടെ ദൃശ്യം പോലീസിന് ലഭിക്കുകയായിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ സുജിൻ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ധന്യയുടെ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ച് പോലീസ്. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ 20 കോടി തട്ടിയെടുത്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. മുഖ്യപ്രതി ധന്യ മോഹനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാവും കേസ് കൈമാറുക. തട്ടിയെടുത്ത 20 കോടി 8 അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായി പോലീസ് കണ്ടെത്തി. ഭർത്താവിന്റെ NRI അക്കൗണ്ടിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയോ എന്നും പരിശോധിക്കുന്നുണ്ട്. മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ AGM ആയിരുന്ന ധന്യ മോഹൻ 80 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ തുടങ്ങിയ പോലീസ് അന്വേഷണമാണ് ഇപ്പോൾ 19.94 കോടി തട്ടിയെന്ന കണ്ടെത്തലിൽ എത്തി നിൽക്കുന്നത്. അർജുന്റെ കുടുംബത്തോടൊപ്പം ഇനിയും ഉണ്ടാകും മന്ത്രി മുഹമ്മദ് റിയാസ്. അർജുന്റെ കുടുംബത്തിനൊപ്പം തുടക്കം മുതലേ ഉണ്ടായിരുന്നുവെന്നും ഇനിയും ഉണ്ടാകുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. അതിനു വേണ്ടതെല്ലാം സർക്കാർ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശിരൂരിൽ കാലാവസ്ഥ പ്രതികൂലമാണ്. പ്രതീക്ഷ കൈവിടേണ്ട ഘട്ടമായെന്ന് തോന്നുന്നില്ല. പരിമിതിയിൽ നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അർജുന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ ഉൾപ്പെടെ 3 പേർക്ക് ഇന്ന് പോകാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള പാസ് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.